ഒരു പഴയ വീടിനെക്കുറിച്ചുള്ള വാർത്തകൾ ഒരു കാലത്ത് കേരളമൊട്ടാകെ ഭയത്തോടെയും അതിശയത്തോടെയും ആളുകൾ സംസാരിച്ച വിഷയമായി മാറിയിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ വീട് പോലെ തോന്നിയ ആ സ്ഥലത്തിനുള്ളിൽ വർഷങ്ങളായി ഒളിഞ്ഞുകിടന്ന രഹസ്യങ്ങൾ പിന്നീട് പോലീസിനെയും നാട്ടുകാരെയും നടുക്കി. പ്രദേശത്തുള്ള ചില സ്ത്രീകൾ പല സമയങ്ങളിൽ കാണാതാകാൻ തുടങ്ങിയപ്പോൾ ആദ്യം ആരും വലിയ സംശയം പ്രകടിപ്പിച്ചില്ല. ചിലർ അവർ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റിടങ്ങളിലേക്ക് പോയിരിക്കാമെന്ന് കരുതി. എന്നാൽ മാസങ്ങൾ കടന്നുപോയിട്ടും അവരുടെ വിവരങ്ങൾ ഒന്നും ലഭിക്കാത്തത് കുടുംബങ്ങളെ വലിയ ദുരിതത്തിലാക്കി. ഒടുവിൽ ബന്ധുക്കൾ തുടർച്ചയായി പരാതി നൽകിയതോടെ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിനിടെ കാണാതായ സ്ത്രീകളിൽ ചിലർ അവസാനമായി ഒരേ പ്രദേശത്ത് കണ്ടതായി വിവരം ലഭിച്ചു. അതിനെ തുടർന്ന് പോലീസ് സംശയമുള്ള വീടുകളും പരിസരങ്ങളും പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഒരു വീടിന്റെ പിന്നാമ്പുറത്ത് മണ്ണിനടിയിൽ മനുഷ്യന്റെ അസ്ഥികൾ കണ്ടെത്തിയത്. ആദ്യം അത് പഴയ സംസ്കാരാവശിഷ്ടമാകാമെന്ന് കരുതിയെങ്കിലും കൂടുതൽ പരിശോധനകൾ നടത്തിയപ്പോൾ അവ മനുഷ്യ ശരീരഭാഗങ്ങളാണെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ കൂടുതൽ അസ്ഥികളും വസ്ത്രങ്ങളുടെ ഭാഗങ്ങളും കണ്ടെത്തിയതോടെ സംഭവം കൂടുതൽ ഭീകരമായി. വാർത്ത പുറത്തുവന്നതോടെ പ്രദേശവാസികൾ വലിയ ഭയത്തിലായി. രാത്രിയായാൽ ആ വീടിന്റെ സമീപത്തുകൂടി പോകാൻ പോലും ആളുകൾ മടിച്ചു. വീട്ടിൽ താമസിച്ചിരുന്നവരെക്കുറിച്ച് നാട്ടുകാർ പലവിധ കഥകളും പറയാൻ തുടങ്ങി. ചിലർ അവിടെ രാത്രികളിൽ വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. മറ്റു ചിലർ കാണാതായ സ്ത്രീകളെ അവസാനമായി ആ വീടിനടുത്ത് കണ്ടതായി ഓർത്തെടുത്തു. പോലീസിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീട്ടുമായി ബന്ധമുള്ള ചിലരെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തു. അവരുടെ മൊഴികളിൽ ഉണ്ടായ വൈരുദ്ധ്യങ്ങൾ അന്വേഷണത്തെ കൂടുതൽ ഗൗരവത്തിലാക്കി. ഇതിനിടെ ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തിയ അസ്ഥികൾ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചവരുടേതാകാമെന്ന് സൂചിപ്പിച്ചു. ഓരോ പുതിയ വിവരവും പുറത്തുവരുമ്പോൾ നാട്ടുകാരുടെ ഭയം വർദ്ധിച്ചു. കുട്ടികളെ വൈകുന്നേരത്തിന് ശേഷം പുറത്തേക്ക് വിടാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചു. സമീപവാസികൾ കൂട്ടമായി മാത്രമാണ് രാത്രിയിൽ യാത്ര ചെയ്തിരുന്നത്. മാധ്യമങ്ങൾ സംഭവത്തെ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതോടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ആ വീട്ടിനെക്കുറിച്ച് അറിയാൻ താൽപര്യം പ്രകടിപ്പിച്ചു. ചില വാർത്താചാനലുകൾ ഇതിനെ ഭീകര കൊലപാതകങ്ങളുടെ പരമ്പരയുമായി ബന്ധിപ്പിച്ചും ചർച്ച നടത്തി. എന്നാൽ ഔദ്യോഗികമായി എല്ലാ കാര്യങ്ങളും തെളിയിക്കാൻ പോലീസിന് കൂടുതൽ തെളിവുകൾ ആവശ്യമായിരുന്നു. അന്വേഷണ സംഘം വീടിനോട് ചേർന്ന കിണറുകളും പറമ്പുകളും വീണ്ടും പരിശോധിച്ചു. ഓരോ പരിശോധനയ്ക്കും ശേഷം പുതിയ സംശയങ്ങൾ ഉയർന്നു. സംഭവത്തിന്റെ യഥാർത്ഥ പിന്നാമ്പുറം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ജനങ്ങളിൽ ശക്തമായി തുടരുകയായിരുന്നു. അതേസമയം കാണാതായവരുടെ കുടുംബങ്ങൾ ഇന്നും സത്യം മുഴുവൻ പുറത്തുവരുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്നു. അവരുടെ കണ്ണീരും കാത്തിരിപ്പും ഈ സംഭവത്തെ ഒരു സാധാരണ കുറ്റകൃത്യകതയേക്കാൾ വലിയ മനുഷ്യ ദുരന്തമായി മാറ്റി. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തുവരുമെന്ന സൂചനകൾ ലഭിച്ചതോടെ കേരളമൊട്ടാകെ വീണ്ടും ഈ സംഭവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായി. പലർക്കും ആ വീട് ഇന്നും ഭയത്തിന്റെ പ്രതീകമായി തുടരുന്നു. അന്വേഷണം കൂടുതൽ ആഴത്തിലേക്ക് നീങ്ങുന്നതിനൊപ്പം ആ ഭീകര വീടിനെ ചുറ്റിപ്പറ്റിയിരുന്ന രഹസ്യങ്ങളും കൂടുതൽ ഭയാനകമായ രീതിയിൽ പുറത്തുവരാൻ തുടങ്ങി. പോലീസ് സംഘം വീണ്ടും സ്ഥലത്തെത്തി മണ്ണ് കുഴിച്ചുനോക്കിയപ്പോൾ ആദ്യമായി കണ്ടെത്തിയ അസ്ഥികൾക്ക് പുറമെ മറ്റു ചില ശരീരാവശിഷ്ടങ്ങളും ലഭിച്ചു. ഓരോ കണ്ടെത്തലും നാട്ടുകാരെ കൂടുതൽ നടുക്കി. വീടിന്റെ പരിസരത്ത് വർഷങ്ങളായി അസ്വാഭാവികമായ ചില കാര്യങ്ങൾ നടന്നിരുന്നുവെന്ന് പിന്നീട് അയൽവാസികൾ തുറന്നു പറയാൻ തുടങ്ങി. ചിലർ രാത്രികളിൽ മണ്ണ് കുഴിക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അന്നൊന്നും അതിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല. കാരണം ആ വീട്ടിൽ താമസിച്ചിരുന്നവർ നാട്ടുകാരുമായി അധികം ഇടപഴകാത്തവരായിരുന്നു. അവർ വളരെ രഹസ്യസ്വഭാവത്തോടെ ജീവിച്ചിരുന്നതായി പലരും പിന്നീട് ഓർത്തെടുത്തു. അന്വേഷണ ഉദ്യോഗസ്ഥർ കാണാതായ സ്ത്രീകളുടെ വിവരങ്ങൾ വീണ്ടും പരിശോധിച്ചു. ചില സ്ത്രീകൾ അവസാനമായി ഫോൺ ചെയ്ത നമ്പറുകൾ, യാത്ര ചെയ്ത സ്ഥലങ്ങൾ, കണ്ടുമുട്ടിയ ആളുകൾ എന്നിവയുടെ പട്ടിക തയ്യാറാക്കി. അതിൽ ചില ബന്ധങ്ങൾ സംശയകരമായി ഒരേ വീട്ടിലേക്കോ അതുമായി ബന്ധമുള്ള ആളുകളിലേക്കോ എത്തുന്നതായി കണ്ടെത്തി. ഇതോടെ കേസ് സാധാരണ കാണാതാകൽ കേസല്ലെന്നുറപ്പായി. ഫോറൻസിക് പരിശോധനകൾ പുരോഗമിക്കുമ്പോൾ കണ്ടെത്തിയ അസ്ഥികളിൽ ചിലത് സ്ത്രീകളുടേതാണെന്ന് സൂചന ലഭിച്ചു. ഈ വിവരം പുറത്തുവന്നതോടെ കാണാതായവരുടെ കുടുംബങ്ങൾ ഭയത്തിലും പ്രതീക്ഷയിലും ഒരുപോലെ കഴിയാൻ തുടങ്ങി. ചിലർ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അവശിഷ്ടങ്ങളാകാമെന്ന ആശങ്കയിൽ കരഞ്ഞു. മറ്റു ചിലർ എങ്കിലും സത്യം പുറത്തുവരുന്നുവെന്ന ആശ്വാസവും പ്രകടിപ്പിച്ചു. വീടിന്റെ ഉള്ളിലും പോലീസ് വിശദമായ പരിശോധന നടത്തി. പഴയ വസ്ത്രങ്ങൾ, കത്തിച്ച രേഖകൾ, സംശയകരമായ ഉപകരണങ്ങൾ എന്നിവ കണ്ടെത്തിയതായി വാർത്തകൾ പുറത്തുവന്നു. ഇതോടെ മാധ്യമങ്ങൾ ആ വീടിനെ ഹൗസ് ഓഫ് ഹൊറർ എന്ന് വിളിക്കാൻ തുടങ്ങി. ദിവസേന സ്ഥലത്ത് ആളുകളുടെ തിരക്ക് വർദ്ധിച്ചു. ചിലർ കൗതുകത്തോടെ എത്തിയപ്പോൾ മറ്റു ചിലർ ഭയത്തോടെയാണ് നോക്കിനിന്നത്. സമീപപ്രദേശങ്ങളിലെ കുട്ടികൾ പോലും ആ വീടിനെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞ് പരസ്പരം ഭയപ്പെടുത്താൻ തുടങ്ങി.
അതിനിടെ ചില നാട്ടുകാർ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളും പങ്കുവച്ചു. വർഷങ്ങൾക്കു മുമ്പ് മുതൽ ആ വീട്ടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ ചില സ്ത്രീകൾ കാണാതായിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അന്ന് ആ കേസുകൾക്ക് വലിയ ശ്രദ്ധ ലഭിച്ചിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എല്ലാം തമ്മിൽ ബന്ധമുണ്ടാകാമെന്ന സംശയം ശക്തമായി. പോലീസ് പഴയ കേസുകളുടെ ഫയലുകൾ വീണ്ടും തുറന്ന് പരിശോധിച്ചു. കാണാതായവരുടെ കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്തു. ഓരോ മൊഴിയും അന്വേഷണത്തെ പുതിയ ദിശകളിലേക്ക് കൊണ്ടുപോയി. ഈ സംഭവത്തിന് പിന്നിൽ ഒരാളല്ല, ഒരു കൂട്ടർ ഉണ്ടാകാമെന്ന സാധ്യതയും അന്വേഷണ സംഘം പരിശോധിച്ചു. ചില അഭ്യൂഹങ്ങൾ പ്രകാരം സാമ്പത്തിക തട്ടിപ്പുകളും അന്ധവിശ്വാസങ്ങളും സ്ത്രീകളെ വലയിലാക്കാൻ ഉപയോഗിച്ചിരിക്കാമെന്ന് നാട്ടുകാർ തമ്മിൽ സംസാരിച്ചു. എന്നാൽ സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ നിരവധി വ്യാജകഥകളും പ്രചരിക്കാൻ തുടങ്ങി. ചിലർ വീട്ടിൽ ദുരാത്മാക്കളുടെ സാന്നിധ്യമുണ്ടെന്ന് വരെ അവകാശപ്പെട്ടു. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ എല്ലാം ശാസ്ത്രീയമായി പരിശോധിക്കുകയാണെന്ന് വ്യക്തമാക്കി. എന്നിരുന്നാലും രാത്രി സമയത്ത് ആ വീടിന് സമീപം പോകാൻ പലർക്കും ഇന്നും ധൈര്യമില്ലായിരുന്നു. പ്രദേശത്ത് ഒരു അജ്ഞാതഭയം പരന്നിരുന്നു. സത്യം മുഴുവനായി പുറത്തുവരാത്തതും ഓരോ ദിവസവും പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകുന്നതും ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിച്ചു. കേരളം മുഴുവൻ ഈ കേസിന്റെ തുടർവിവരങ്ങൾ കാത്തുനോക്കുകയായിരുന്നു. ആ ഭീകര സംഭവത്തെ ചുറ്റിപ്പറ്റിയിരുന്ന സംശയങ്ങൾ കൂടുതൽ ഗുരുതരമായി മാറി. പോലീസ് വിവിധ ജില്ലകളിൽ നിന്നുള്ള കാണാതായ സ്ത്രീകളുടെ വിവരങ്ങൾ ശേഖരിച്ച് തമ്മിൽ താരതമ്യം ചെയ്യാൻ തുടങ്ങി. ചില കേസുകളിൽ ഒരേ രീതിയിലുള്ള സാമ്യങ്ങൾ കണ്ടെത്തിയതോടെ ഇത് ഒറ്റപ്പെട്ട കുറ്റകൃത്യമല്ലായിരിക്കാമെന്ന ആശങ്ക ഉയർന്നു. കാണാതായ ചില സ്ത്രീകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണെന്നും ജോലി വാഗ്ദാനങ്ങളിലൂടെയോ വിശ്വാസം നേടുന്ന ബന്ധങ്ങളിലൂടെയോ ആരോ അവരെ സമീപിച്ചിരിക്കാമെന്നുമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഓരോ തെളിവും പരിശോധിച്ചപ്പോൾ ആ വീടിനോടും അവിടെ താമസിച്ചിരുന്ന ചിലരോടും ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ രൂപപ്പെട്ടു. ഇതിനിടെ ഫോറൻസിക് ലബോറട്ടറികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പോലീസിന് ലഭിച്ചു. കണ്ടെത്തിയ അസ്ഥികളിൽ ചിലത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചവരുടേതാണെന്നും അവ സ്വാഭാവിക മരണങ്ങളല്ലായിരിക്കാമെന്നുമുള്ള സൂചനകൾ റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു. ഈ വിവരങ്ങൾ പുറത്തുവന്നതോടെ കേരളം മുഴുവൻ വീണ്ടും നടുങ്ങി. ടെലിവിഷൻ ചാനലുകൾ ദിവസേന പ്രത്യേക ചർച്ചകൾ സംഘടിപ്പിച്ചു. മനഃശാസ്ത്ര വിദഗ്ധർ, മുൻ പോലീസ് ഉദ്യോഗസ്ഥർ, സാമൂഹിക പ്രവർത്തകർ എന്നിവർ കേസിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പങ്കുവച്ചു. മനുഷ്യരുടെ വിശ്വാസവും ഭയവും എങ്ങനെ ചിലർ ദുരുപയോഗം ചെയ്യുന്നു എന്ന ചർച്ചയും ശക്തമായി. നാട്ടുകാർക്കും ഇതിന്റെ ആഘാതം ഏറെ ഉണ്ടായി. സംഭവസ്ഥലത്തിന് സമീപമുള്ള വീടുകളിൽ താമസിക്കുന്നവർ രാത്രി ചെറിയ ശബ്ദം കേട്ടാലും ഭയന്ന് ഉണരുന്ന അവസ്ഥയായിരുന്നു. ചില കുടുംബങ്ങൾ താൽക്കാലികമായി ബന്ധുവീടുകളിലേക്ക് മാറുകയും ചെയ്തു. കുട്ടികൾ സ്കൂളിലേക്കു പോകുമ്പോൾ പോലും മാതാപിതാക്കൾ കൂടുതൽ ജാഗ്രത പാലിച്ചു. അതേസമയം കാണാതായവരുടെ കുടുംബങ്ങൾ നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു വന്നു. വർഷങ്ങളായി തങ്ങളുടെ പരാതികൾ ഗൗരവത്തോടെ എടുത്തില്ലെന്ന് ചിലർ ആരോപിച്ചു. ഇപ്പോൾ അസ്ഥികൾ കണ്ടെത്തിയതിനു ശേഷമാണ് സമൂഹം അവരുടെ വേദന മനസ്സിലാക്കുന്നതെന്ന് അവർ പറഞ്ഞു. കേസിന്റെ അന്വേഷണം വ്യാപിച്ചതോടെ പോലീസ് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്തു. ചിലരുടെ സാമ്പത്തിക ഇടപാടുകളും ഫോൺ രേഖകളും പരിശോധിച്ചു. ഓരോ പുതിയ വിവരവും കേസിനെ കൂടുതൽ സങ്കീർണമാക്കി. എന്നാൽ ഔദ്യോഗികമായി എല്ലാ കാര്യങ്ങളും സ്ഥിരീകരിക്കാൻ ശക്തമായ തെളിവുകൾ ആവശ്യമായിരുന്നു. അതിനാൽ അന്വേഷണം വളരെ സൂക്ഷ്മമായി മുന്നോട്ട് കൊണ്ടുപോയി. ഇതിനിടെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലുകളിലും നിരവധി കഥകൾ പ്രചരിച്ചു. ചിലർ യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ ഭീകരമായ കെട്ടുകഥകൾ സൃഷ്ടിച്ചു. എന്നാൽ പോലീസ് ജനങ്ങളോട് അഭ്യൂഹങ്ങൾ വിശ്വസിക്കരുതെന്ന് ആവർത്തിച്ചു. സത്യാവസ്ഥ തെളിയിക്കാൻ ശാസ്ത്രീയ അന്വേഷണമാണ് നിർണായകമെന്ന് അവർ വ്യക്തമാക്കി. എന്നിരുന്നാലും ആ വീട് ഇന്നും പലർക്കും ഭയത്തിന്റെ പ്രതീകമാണ്. പകൽ സമയത്ത് പോലും അവിടേക്ക് നോക്കുമ്പോൾ ചിലർക്കു അസ്വസ്ഥത തോന്നുന്നു. രാത്രിയിൽ ആ വഴി കടന്നുപോകുമ്പോൾ പഴയ സംഭവങ്ങൾ ഓർമ്മവന്ന് ആളുകൾ വേഗത്തിൽ നടന്ന് കടന്നുപോകുന്നു. വർഷങ്ങൾ കഴിഞ്ഞാലും ആ സംഭവത്തിന്റെ ഓർമ്മ നാട്ടുകാരുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. കാരണം അത് ഒരു കുറ്റകൃത്യകഥ മാത്രമല്ല, മറിച്ച് സമൂഹത്തിന്റെ അനാസ്ഥയും ഭയവും മനുഷ്യരുടെ ദുരന്തങ്ങളും ചേർന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നും പലർക്കും ഒരു ചോദ്യം മാത്രം ബാക്കി നിൽക്കുന്നു. ആ വീടിന്റെ മണ്ണിനടിയിൽ ഒളിഞ്ഞുകിടന്ന എല്ലാ രഹസ്യങ്ങളും ശരിക്കും പുറത്തുവന്നോ, അല്ലെങ്കിൽ ഇനിയും അറിയപ്പെടാത്ത ഇരുണ്ട സത്യങ്ങൾ അവിടെ ശേഷിക്കുന്നുണ്ടോ എന്നത്.